ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആർജെ സ്റ്റോറീസ്. വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത് ഉണ്ണി മുകുന്ദനും നിഖില വിമലും കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഗെറ്റ് സെറ്റ് ബേബി കണ്ടിട്ട് വരുന്ന വഴിയാണ്. ഈ സിനിമയുടെ റൈറ്റിംഗ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ YV രാജേഷും വേറെ ആളുകൂടി കൊളാബ് ചെയ്താണ് എഴുതിയാണത്. അപ്പോൾ ഈ YV രാജേഷിൻ്റെ പഴയ സ്ക്രിപ്റ്റുകൾ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ചെളി കോമഡി സിനിമകളാണ് കൂടുതലും പുള്ളി എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ കൊളാബ് ചെയ്ത് കൊണ്ടാണോ എന്നറിയില്ല, വളരെ മികച്ച ഒരു സ്ക്രിപ്റ്റാണ് ഈ സിനിമ. അപ്പോൾ ഈ സിനിമയിലെ ഉള്ളടക്കം എന്ന് പറയണത് ഫെർട്ടിലിറ്റി ക്ലിനിക്കും അതിൽ ഡോക്ടർമാരുടെ ഇമോഷൻസും അതുപോലെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ളൊരു സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. അപ്പോൾ ഇത്തരം സിനിമകൾ മുന്നും വന്നിട്ടുള്ളതാണ്. ഒരു പുതുമയുള്ള ഒരു കാറ്റഗറിയോ കാര്യങ്ങളോ അല്ല ഈ സിനിമ. പിന്നെ ഉണ്ണി മുകുന്ദൻ്റെ ക്യാരക്ടർ ഒരു ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ മാർക്കോ ഓർത്തോപീഡിക് സർജനിൽ നിന്നും ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ വേണേൽ കോമഡിക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ ഒരു ഗൈനക്കോളജി പഠിച്ചിറങ്ങിയ ഒരു ഡോക്ടറുടെ ലൈഫിലുണ്ടാവുന്ന കയറ്റിറക്കങ്ങളും കാര്യങ്ങളാണ്. ഒപ്പം കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരുടെ ഇമോഷൻസും കാര്യങ്ങളും പുറത്തിണക്കിക്കൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഈ സിനിമയിൽ കോമഡി എന്ന് പറയാൻ അധികം ഇല്ല. ഒരു കോമഡി ഡ്രാമ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇമോഷണൽ ഡ്രാമ മൂവി എന്ന് പറയാം. കോമഡി അത്യാവശ്യം കോമഡി മേമ്പൊടിക്ക് ചേർത്തിട്ടുണ്ടെന്ന് പറയാത്രേ ഉള്ളൂ. അതും വർക്കൗട്ടാത്ത കോമഡി എന്നുള്ള അത്യാവശ്യം വർക്കൗട്ടായിട്ടുള്ള കോമഡികൾ തന്നെയാണ്. പിന്നെ ഉണ്ണി മുകുന്ദൻ്റെ ആക്ടിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ്റെ ആക്ടിങ് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇമോഷണൽ സീനുകൾ. ഒരു ആക്ടറെ സംബന്ധിച്ച് സന്തോഷം തോന്നുന്ന സീനുകളും ദേഷ്യം തോന്നുന്ന സീനുകളും അഭിനയിക്കാൻ കുറച്ച് ഈസിയാണ്. എന്നാൽ ഇമോഷണൽ സീനുകൾ വളരെ കൈയടക്കത്തോടെ ചെയ്തില്ലെങ്കിൽ ആൾക്കാർക്ക് ചിരി വരും, പ്രേക്ഷകർക്ക് ചിരി വരും. അപ്പോൾ അതൊക്കെ ഉണ്ണി മുകുന്ദൻ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നു. ഉണ്ണി മുകുന്ദന് ഇനി മുതൽ ഏത് ക്യാരക്ടറും കൈകാര്യം ചെയ്യാവുന്ന ഒരു കൈയടക്കത്തിലേക്ക് ഉണ്ണി മുകുന്ദൻ എത്തിയിട്ടുണ്ട്. പിന്നെ നിഖില വിമലിൻ്റെ ക്യാരക്ടർ ഉണ്ണി മുകുന്ദൻ്റെ വൈഫായിട്ടാണ് അഭിനയിക്കുന്നത്. നിഖില വിമലും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ചമ്പൻ വിനോദ് ഉണ്ട് സിനിമയിൽ പോലീസ് ഓഫീസറായിട്ട്. അതുപോലെ മുത്തുമണി ഉണ്ട്. മുത്തുമണി പിന്നെ അറിയാലോ, ഒരു സിനിമകളിലൊക്കെ ഒന്നിലെ വക്കീൽ അല്ലെ ഡോക്ടർ. ഇതിൽ പുള്ളിക്കാരി ഡോക്ടറാണ്. പുള്ളിക്കാരിക്ക് അതിനുള്ള ലുക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സിനിമയിൽ വേറൊരു കാര്യം പ്രതിപാദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ കുട്ടികളില്ലാത്ത കപ്പിൾസ് എന്തോ അവരൊരു വേറെ രീതിയിലാണ് കാണുന്നത്. പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് അത് ഭയങ്കര ഇമോഷണലി ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കുട്ടികളില്ലാതിരിക്കുക എന്നുള്ളത് വിവാഹശേഷം. അപ്പം അങ്ങനത്തെ ദമ്പതിമാരുടെ ഇമോഷൻസും കാര്യങ്ങളും കണ്ടമാനം ഈ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനൊരു സംഭവം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാണ്ട് ഇടപെടുക എന്നുള്ളൊരു കാര്യം നമ്മുടെ സമൂഹത്തിലുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇങ്ങനത്തെ കപ്പിൾസ് പോകുന്ന ഇമോഷൻസ് കണ്ടമാനം ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ കുട്ടികൾക്ക് വേണ്ടി ശ്രമിക്കുക മറച്ചു വെച്ചുകൊണ്ട്. അപ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ ഈ സിനിമ സമൂഹത്തിന് കാണിച്ചു തരുന്നുണ്ട് ശരിക്കും പറഞ്ഞു. പിന്നെ ഈ സിനിമ ട്രാക്ക് നല്ല രീതിയിലുണ്ട്. നമ്മൾ ബോറടിപ്പിക്കില്ല ഈ സിനിമ. അതായത് ഒരു ഇമോഷണൽ സീൻ വന്ന് പിന്നെ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സന്തോഷം തന്ന സീനുകളും ഒപ്പം കുറച്ച് കോമഡിയൊക്കെ കൊണ്ടുവന്ന് ഈ സിനിമേനെ ഇങ്ങനെ താന്നു പോവാതെ ആ ട്രാക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ആ പൾസ് ഇങ്ങനെ നല്ല ഇങ്ങനെ കയറ്റിറക്കായിട്ട് ഇങ്ങനെ നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാതെ സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. ക്ലൈമാക്സ് സീനൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല ഇമോഷണൽ കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സോങ്സ് ആയാലും നല്ലതാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സാംസിയസ് ആണ് ചെയ്തത്. പുള്ളിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. മലയാള സിനിമകളും ചെയ്തിട്ടുണ്ട്. കൂടുതലും തമിഴും തെലുങ്കു സിനിമകളാണ് പുള്ളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സിനിമയെ കുറിച്ച് പറയാം. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഈ സിനിമയെ കുറിച്ച് പറയാനില്ല. ഈ സിനിമയിൽ ചില സീനുകളൊക്കെ വിക്കി ഡോണർ എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമയുണ്ട്. ആ സിനിമയെ കുറിച്ച് ഞാൻ ഒരു സാദൃശ്യം ചില സീനുകൾക്കൊക്കെ തോന്നി. പക്ഷെ ആ സിനിമ ഈ സിനിമ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. തിയേറ്റർ വാച്ചബിൾ മൂവി തന്നെയാണ്. ഒരു ലാസ്റ്റ് നമുക്കൊരു ഫീൽ ഗുഡ് എന്നുള്ള രീതിയിലാണ്. ഇമോഷണലിയാണ് പടം അവസാനിക്കുന്നത്, എന്നാലും പ്ലസ് ഒരു ഫീൽ ഗുഡ് മൂവി കൂടിയാണ് ഗെറ്റ് സെറ്റ് ബേബി. പിന്നെ വിനയ് ഗോവിന്ദ് എന്ന് പറഞ്ഞ സംവിധായകൻ അറിയാലോ, ഇതിനു മുന്നേ 2 സിനിമ ചെയ്തിട്ടുണ്ട്. 10 വർഷമാണ് പുള്ളി പുതിയൊരു പ്രൊജക്റ്റ് ഓണാൻ വേണ്ടി കാത്തിരുന്നത്.
ഈ സംവിധായകരൊക്കെ സമ്മതിക്കണം ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ ഇറങ്ങാനായിട്ട് 10 കൊല്ലത്തെ ഗ്യാപ്പ് എന്നൊക്കെ പറയുമ്പോൾ സംവിധായകർ ആ ഒരു സമയം എന്ന് പറഞ്ഞ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പുള്ളിയുടെ ഫസ്റ്റ് സിനിമ കിളിബോയ് എന്ന് പറഞ്ഞ പടം, രണ്ടാമത്തെ പടം കോഹിനൂർ എന്ന് പറഞ്ഞ പടം. കോഹിനൂർ അത്ര വർക്കൗട്ട് ആയില്ല. കിളിബോയ് പിന്നെയും അത്യാവശ്യം ഓടിയ പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കിളിബോയ് ഒരു സാമി അടിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടാക്കിയ ഒരു സിനിമ കൂടിയാണ്. ഫസ്റ്റ് ഒരു മലയാളത്തിലെ സ്റ്റോണർ മൂവിയാണ് കിളിബോയ്. അപ്പോൾ ആള് 10 വർഷത്തെ ഗ്യാപ്പ് ഇട്ടെങ്കിലും നല്ലൊരു സിനിമയായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുള്ള സിനിമയെ കുറിച്ച് പറയാനായിട്ട് ഇപ്പോൾ RJ സ്റ്റോറീസ് സൈനിങ് ഓഫ്.